ആറാട്ടുപുഴ പൂര ദിവസം അത്താഴപൂജയും ശീവേലിയും കഴിഞ്ഞ് തേവർ പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ പുഴ കടന്ന് പുറപ്പെട്ടു. മുല്ലമാല കൊണ്ട് അലങ്കരിച്ച പള്ളിയോടത്തിൽ ചേങ്ങില വച്ച് അതിനു മുകളിൽ സ്വർണ്ണക്കോലവും വെച്ച് മുന്നിൽ കുത്തുവിളക്കിൻ്റെ പ്രഭയിൽ തൃക്കോൽശാന്തി രതീഷ് എമ്പ്രാന്തിരി പള്ളിയോടം തുഴഞ്ഞു. കുടശാന്തി കോലം പിടിച്ചു. ഇരുകരകളിൽ നിന്നും അടിയന്തിര മാലർമാർ മാറി മാറി ശംഖനാഥം മുഴക്കിയും രാമമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലുമായിരുന്നു തേവരുടെ തോണിയാത്ര. തേവർ കിഴക്കേക്കരയിലെത്തിയതോടെ കിഴക്കേക്കരയിലെ മണ്ഡപത്തിൽ തേവരെ ഇറക്കി എഴുന്നള്ളിച്ചു. ശേഷം തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ പുറത്ത് തേവരുടെ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചപ്പോൾ സായുധ പോലീസ് തേവർക്ക് മുന്നിൽ ഗാർഡ് ഓഫ് ഓണറും നൽകി. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനെത്തിയിരുന്നു. ശംഖ മദ്ദള മംഗളധ്വനികളോടെ ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളിയ തേവർക്ക് ചിറക്കലിൽ ആനയും കോലത്തിലെ മാലയും മാറി ഭരതസ്വാമിയുടെ മാലയും ചാർത്തി എഴുന്നള്ളിപ്പ് തുടർന്നു. ചിറക്കൽ നിന്ന് മീനാട് കേശുവാണ് തേവരുടെ കോലം വഹിച്ചത്. പല്ലിശ്ശേരി സെൻറ്ററിലെത്തിയ ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. 5 ആനകളോടെ പഞ്ചവാദ്യം കഴിഞ്ഞ് 11 ആനകളോടെ പൂരപ്പാടത്ത് എത്തിച്ചേർന്നു. തുടർന്ന് ഇടതുഭാഗത്ത് ചേർപ്പിൽ ഭഗവതിയും വലതുഭാഗത്ത് ഊരകത്തമ്മ തിരുവടിയും ചാത്തക്കുടം ശാസ്താവുമായി പ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തേവർ പന്തലിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടാലത്ത്, ദേവസ്വം കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി B ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കൃഷ്ണൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ MP സുരേഷ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ, മറ്റ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തേവർക്ക് മുന്നിൽ പറകളും നിറച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് രാവിലെ തേവർ മന്ദാരം കടവിൽ ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടും നിവേദ്യമായ ഗോതമ്പ് ചോർ വിതരണവും കഴിഞ്ഞ് തേവർ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി.
ശാസ്താക്ഷേത്രത്തിൽ കൊടിക്കൽപ്പറയും കഴിഞ്ഞ് ശാസ്താവിനോടൊപ്പം 7 കണ്ടം കടന്ന് ഉപചാരം ചൊല്ലി അടുത്ത വർഷത്തെ പൂരത്തീയതിയും വിളിച്ചു ചൊല്ലിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുകയും ചെയ്തു. രാജകീയ ചിഹ്നങ്ങളായ കോലത്തിലെ മകുടവും പട്ടുക്കുടയും ഒഴിവാക്കി ഓലക്കുട ചൂടിയായിരുന്നു തേവരുടെ തിരിച്ചെഴുന്നള്ളിപ്പ്. 1200 മീനം 26-നാണ് അടുത്ത ആറാട്ടുപുഴ പൂരം. രാജകീയ ചിഹ്നങ്ങളായ കോലത്തിലെ മകുടവും പട്ടുക്കുടയും ഒഴിവാക്കി ഓലക്കുട ചൂടിയായിരുന്നു തേവരുടെ തിരിച്ചെഴുന്നള്ളിപ്പ്. ചിറക്കൽ വെണ്ട്രശ്ശേരി ക്ഷേത്രത്തിലെത്തുമ്പോൾ കൂടെയുള്ള ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും മാങ്ങക്കറിയും വിതരണം നടത്തി. വൈകുന്നേരത്തോടെ തൃപ്രയാറിലെത്തുന്ന തേവർക്ക് കിഴക്കേക്കരയിൽ വീണ്ടും സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ശേഷം തേവർ പള്ളിയോടത്തിൽ പുഴ കടന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ക്ഷേത്രത്തിലെത്തുന്ന തേവർക്ക് പൂരം പുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിക്കുകയും സേതുകുളത്തിൽ ആറാട്ട് നടത്തുകയും ചെയ്യും. ആറാട്ടിന് എഴുന്നള്ളുന്ന തേവരെ തൃപ്രയാർ ഷൺമുഖ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ സ്വീകരിക്കും. കുനിശ്ശേരി അനിയൻ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിക്കും. ആറാട്ടിന് ശേഷം പാണ്ടിമേളം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന തേവർക്ക് രാത്രി ക്ഷേത്ര മതിൽക്കകത്ത് 7 ആനകളുടെ ഉത്തരവിളക്ക് ആഘോഷവും നടത്തുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും.